ലാലേട്ടൻ അവതാരകനായി എത്തുന്ന ബിഗ് ബോസിൽ എല്ലാ മത്സരാർത്ഥികളും വിജയികളായില്ലെങ്കിലും ജനപ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങളുണ്ടാകും. അത്തരത്തിൽ ഒരാളായിരുന്നു ബിഗ് ബോസ് 5ാം സീസണിലൂടെ എത്തിയ നാദിറ മെഹറിൻ. തന്റെ ബുദ്ധി കൊണ്ടും ഗെയിമുകളിലെ പ്രകടനമൊക്കെ കൊണ്ടും നാദിറയെ ശക്തയായ മത്സരാർത്ഥിയാക്കി മാറ്റുകയായിരുന്നു. കുറുക്കിക്കൊള്ളുന്ന കൗണ്ടറുകളും നാദിറയുടെ ജനപ്രീതി കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൽ സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ കോട്ടയിൽ സീറ്റ് കിട്ടിയ ആദ്യ ട്രാൻസ് വുമണായിരുന്നു നാദിറ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം മോഡലിംഗ്, അഭിനയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ താരം ഒരു കൈ നോക്കുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നാദിറ മെഹറിൻ. തന്റെ സർജറിയെക്കുറിച്ച് പങ്കാളിയോടല്ലാതെ മറ്റാരോടും പറയേണ്ടതില്ലെന്നാണ് നാദിറ വ്യക്തമാക്കുന്നത്. എന്റെ സർജറിയുടെ കാര്യം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതറിയാൻ ആളുകൾ വളരെ ജിജ്ഞാസയോടെ നിൽക്കുകയാണ്. എന്റെ സർജറി അറിയേണ്ടത് മറ്റൊരാൾ മാത്രമാണ്. അത് എന്റെ പാർട്ട്ണറാണ്. എന്തായാലും എന്റെ പങ്കാളിക്ക് മാത്രമേ അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ കംഫർട്ടബിൾ ആവുന്ന ഏത് ഘട്ടവും നിങ്ങൾ അംഗീകരിച്ചേ മതിയാവും എന്നാണ് നാദിറ പറയുന്നത്. അതേസമയം വിവാഹം ഉടൻ ഉണ്ടായേക്കും എന്നും നാദിറ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിലവിലുള്ള റിലേഷൻ ഒരു സിറ്റുവേഷൻഷിപ്പ് പോലെയാണ് കണക്കാക്കുന്നത്. നമ്മളെല്ലാം വാശി പിടിക്കുന്നതും മോശമാണ്. എതിരെ നിൽക്കുന്ന ആൾക്ക് അധികം സമയം കൊടുക്കുക എന്നതും പ്രധാനമാണ്. എനിക്ക് കുറച്ചു കണ്ടീഷൻസ് ഒക്കെയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് കുറച്ചുകൂടി വിഷനുണ്ട്. ഓൾറെഡി ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ബ്രേക്കപ്പ് ആയതായിരുന്നു. അത് ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു പോയതാണ്. എനിക്ക് എപ്പോഴും പ്രണയം തോന്നിയിട്ടുള്ളത് പുരുഷന്മാരോടാണ്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നേക്കാം. ആൾക്കാർ ഇപ്പോൾ തന്നെ കമന്റ് ഇടും. ഇപ്പോഴത്തെ റിലേഷനിലെ ആളെ തന്നെ ലൈഫ് പാർട്ണർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ആളാണ്. ജോലിയുടെ കാര്യത്തിലായാലും ആള് പഠിക്കുകയാണ്. കൂടാതെ തന്റെ കുടുംബത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ നാദിറ സംസാരിക്കുന്നുമുണ്ട്. ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. ഇപ്പോഴും മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് താരം പറയുന്നത്. തനിക്ക് എല്ലാം വീട്ടുകാരാണെന്നാണ് നാദിറ പറയുന്നത്. ഉമ്മയും ഉപ്പയും ഷഹനാസും ഒക്കെ അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് തന്റേത്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അവരുടെ നജീബാണ് എന്നും നാദിറ പറയുന്നു. അതേസമയം ബിഗ് ബോസിൽ എത്തിയതിന് പിന്നാലെ നാദിറയ്ക്ക് വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെക്കുറിച്ചുള്ള പൊതുബോധത്തെ മാറ്റാൻ സാധിച്ചത് വലിയ കാര്യമായി കണക്കാക്കുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന നാദിറയെ തന്റെ കുടുംബം വാരി പുണർന്ന കാഴ്ച ഇന്നും ആരാധകർ മറന്നിട്ടുണ്ടാകില്ല. ബിഗ് ബോസിൽ നിന്നും പണപ്പെട്ടിയുമായിട്ടാണ് നാദിറ പുറത്തേക്ക് പോകുന്നത്. ആ നിമിഷവും ആരാധകർ മറന്നിട്ടില്ല. ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലും സിനിമയിലുമൊക്കെയായി സജീവമായി മാറിയിരിക്കുകയാണ് നാദിറ മെഹറിൻ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.